ഹായ് ഫ്രണ്ട്സ്, റിതം ഓഫ് ബ്യൂട്ടിഫുൾ നേച്ചർ എന്ന ഈ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും യാത്രയിലുടനീളം കണ്ട കാഴ്ചകൾ അതേപടി ക്യാമറയിൽ പകർത്തുന്നത് ഇതാദ്യമായിട്ടാണ്. പെട്ടെന്നായിരുന്നു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. എറണാകുളത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനാണ് ഞങ്ങൾ ചൂസ് ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. മഹാഗണിത്തോട്ടം ഇക്കോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അങ്ങോട്ടേക്കായിരുന്നു യാത്ര എന്ന് പറയുമ്പോഴേ വല്ലാതെ ഒരു സന്തോഷമാണ് എൻ്റെ മകനും അതുപോലെ ഹസ്ബൻഡിനും, അതുപോലെ തന്നെ എനിക്കും കേട്ടോ. രാവിലെ ഒരു 6:30 ഇടപ്പള്ളിയിൽ നിന്നും ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. 1 മണിക്കൂറത്തെ യാത്ര. ഇത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു ട്രാഫിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം എത്താനായി. വന്ന റൂട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ റൂട്ട് മാപ്പ് പറയുവാണെങ്കിൽ ലുലു മോൾ, കളമശ്ശേരി, എടപ്പള്ളി ലുലു മോൾ കഴിഞ്ഞ് കളമശ്ശേരി വഴി ആലുവ തിരിഞ്ഞ് എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് വഴി ആ റോഡ് നമ്മൾ മാട്ടൂർ കൈപ്പട്ടൂർ റോഡിലേക്ക് തിരിഞ്ഞു. അവിടുന്ന് നമ്മൾ കാലടി മലയാറ്റൂർ റോഡിലേക്ക് എടുത്തു. കാലടിയൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല നാച്ചുറൽ ബ്യൂട്ടീസാണ്. ആ ഒരു പൊല്യൂഷൻ ഫ്രീ എൻവയൺമെൻറ്റിലേക്ക് നമ്മൾ വന്നു. നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ അതുവഴി വരുമ്പോൾ കാണാം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിലോ ഈ പറയുന്നതിലോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എനിക്ക് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ ഞാൻ കറക്റ്റാക്കും. പോസിറ്റീവാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും, നെഗറ്റീവ് ആണെങ്കിലും അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അതിലുള്ള മിസ്റ്റേക്സ് ഞാൻ തിരുത്തി ഞാൻ കറക്റ്റാക്കും. ഓക്കെ, സോ നമുക്കിനി കാഴ്ചയിലേക്ക് പോവാം. ഈ ഇല്ലിത്തോട് കഴിഞ്ഞ് മഹാഗണിത്തോട്ടത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഓപ്പണിംഗ് ആയിട്ടില്ല. 8:30 ഓപ്പണിംഗ് വരുന്നത്. ഓപ്പണിംഗ് മീൻസ് 8 o'clock ആകുമ്പോഴത്തേക്ക് എല്ലാ സ്റ്റാഫ്സും ഇവിടെ എത്തും. അതിനുശേഷം അവിടെ അവർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെല്ലാം അവരൊന്ന് റൗണ്ട് അടിക്കും. അവിടെ ആനയോ എന്തെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യമോ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളെ അങ്ങോട്ടേക്ക് കയറ്റുള്ളൂ. സോ ഒരു 1/2 hour അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓർത്തു എന്നാൽ ഫുഡ് കഴിക്കാമെന്ന്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തട്ടുകട പോലെ ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാമേ. ചേട്ടൻ്റെ പേര് വിശ്വൻ എന്നാണ്. ചേട്ടൻ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു. ഇതിൻ്റെ ഓപ്പണിംഗ് ടൈമിങ്ങും അതുപോലെ ഉള്ളിൽ കുറേ ഗാർഡ്സ് ഉണ്ട്. അവർ ഫുൾ ആ ഒരു ഫോറസ്റ്റ് നമ്മൾ പോകുന്ന ആ റൂട്ടെല്ലാം ഒന്ന് ഫുൾ സെർച്ച് ചെയ്യും. അവിടെ ആനകളൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. ഇത്രയും രാവിലെ വന്നതുകൊണ്ടാവാം ഞങ്ങൾ തന്നെയാണ് ആദ്യത്തെ വിസിറ്റേഴ്സ് ഇവിടുത്തെ. തേനും അപ്പം ഇതുപോലുള്ളതൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ക്യാഷ് കയ്യിൽ വേണം എന്ന് ഗൂഗിൾ പേ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു വന്നത്. അപ്പോൾ അവിടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കണമെങ്കിൽ അവർ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം വരുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളതൊക്കെ മേടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വെക്കുന്നത് നല്ലതായിരിക്കുമേ. എന്തായാലും നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ചേച്ചിമാരോട് ഓക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി നമുക്ക് ഈ ഒരു ടൈമിൽ ഇവിടെ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിലും ബസ് സർവീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ വരേണ്ടിയവർക്ക് ബസ്സിലും യാത്ര ചെയ്യാം. നേരെ കാണുന്ന ഈ റോഡ് ഡാമിലേക്കുള്ള റോഡാണെന്ന് പറഞ്ഞു. അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് നമുക്ക് ആർക്കും പ്രവേശനമില്ല. ഇനി ഇതിലേക്ക് വലത്തേക്കുള്ള റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഞാനിവിടെ നിൽക്കുക, ഹസ്ബൻഡൊക്കെ അങ്ങ് എത്തി. അപ്പോൾ ഞാൻ പോട്ടെ. ഓക്കെ, ഞങ്ങൾ കാട്ടിക്കൂടെ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ 2-3 ചേച്ചിമാരിരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു. ഭയങ്കര സന്തോഷം കാണാം അവരുടെ ഫേസിൽ. ഞങ്ങളെ കണ്ടപ്പോഴും കുറച്ച് നേരം അവർ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ കാടിനെ കുറിച്ചും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അവരോടും യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി. ഈ വനത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഏതോ ഒരു സ്വർഗ്ഗലോകത്തോ എന്താ പറയണ്ടേന്നറിയില്ല. മൈൻഡ് ഭയങ്കര റിലാക്സ് ആവുന്നു. ഒരുപാട് സ്ട്രെസ് റിലീഫ് ആവുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒരു ടൈം ഒന്ന് വന്നു നോക്കണേ. അല്ലെ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും കാട്, ഒരു ഫോറസ്റ്റ് ഏരിയ, അതുപോലെ നാച്ചുറൽ ബ്യൂട്ടീസ് വരുന്നിടത്തൊക്കെ ഒന്ന് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മൈൻഡ് എത്രത്തോളം റിലാക്സ് ആവുന്നുണ്ടെന്നുള്ളത്.
ഒരു മനുഷ്യൻ്റെ ആവറേജ് വയസ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു 80 വയസ്സ് അല്ലേ. 80 വയസ്സിൽ 365 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 29,200 ദിവസം മാത്രമാണ്. ഈ 29,200 ദിവസത്തിൽ 8 മണിക്കൂർ ഉറക്കം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 19,466 ഡേയ്സാണ് ആകെ കിട്ടുന്നത്. ഇതിൽ നമ്മൾ ഡ്യൂട്ടി, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം നമുക്ക് ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ആഴ്ചയിലൊരു ദിവസമോ മാസത്തിലൊരു ദിവസമോ ഒക്കെ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ ഒന്ന് പുറത്ത് പോയി ഒന്ന് ഇതുപോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് റിലാക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞത് ശരിയല്ലേ എന്നൊന്ന് വിചാരിച്ച് നോക്കൂ, ചിന്തിച്ച് നോക്കൂ കേട്ടോ. ഞങ്ങൾക്ക് വഴി വെച്ച് വീണ്ടും വിഷ്ണു ചേട്ടനെ കിട്ടി. വിഷ്ണു ചേട്ടൻ ഞങ്ങളുടെ കൂടെ കുറച്ച് ദൂരം നടന്നു വന്നു. ആ ടൈമിൽ നമ്മളോട് കുറേ കഥകൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, കൃഷികളൊക്കെ നശിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്നു. പക്ഷെങ്കിൽ ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് കേട്ടപ്പം മനസ്സിന് ഭയങ്കര സമാധാനം. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ലേ, അപ്പോൾ എന്താവും എന്നറിയില്ലല്ലോ. അതിൻ്റെ ആ ഒരു ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വന്നേക്കുന്ന പെരിയാർ ടൈഗർ റിസർവ്, അതായത് മലയാറ്റൂർ കാടുകളുടെ ഉള്ളിലുള്ള ടൈഗർ റിസർവാണ് ഏറ്റവും വലിയ കേരളത്തിലെ ടൈഗർ റിസർവ് എന്ന് കേട്ടപ്പോൾ ഒന്നുകൂടെ ടെൻഷനായി. പക്ഷെങ്കിൽ അതൊന്നും മുഖത്ത് കാണിച്ചില്ല. ഞാനും ഭയങ്കര ധൈര്യത്തോടു കൂടി അവരുടെ കൂടെ തന്നെ നടന്നു. കുറച്ച് മുന്നോട്ടേക്ക് ചെന്നപ്പോൾ മഹാഗണിത്തോട്ടത്തിൻ്റെ കറക്റ്റ് ആ ഒരു സൈറ്റെത്തി. അതിലേക്ക് ആ ഭംഗി കുറച്ചും കൂടെ വ്യൂ ആയിട്ട് കാണാൻ പറ്റി അവിടെ ചെന്നപ്പോൾ. പിന്നെ ഈ വന്ന വഴിയെല്ലാം നല്ല ക്ലീൻഡാണ് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. ഒരു വൃത്തികേടായിട്ടൊന്നും കണ്ടിട്ടില്ല. എന്നും രാവിലെ ആ കണ്ട ചേച്ചിമാരെല്ലാം ഇവിടെല്ലാം ക്ലീൻ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. വളരെ നല്ല ക്ലീൻഡാണ് ഇവിടെല്ലാം, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഇവിടെ വെച്ചാണ് കേട്ടോ പുലിമുരുകൻ്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നത്. കാടിനുള്ളിലെ പുലി വരുന്നതും അതെല്ലാം ഇവിടെ വെച്ചായിരുന്നു. ആ സീൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വിഷ്ണു ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് മൂവീസിൻ്റെ ഷൂട്ടിംഗ് നടക്കാറുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് വീക്കും ഒരു മൂവിയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് ഒരു ഷൂട്ടിങ്ങും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. ഞങ്ങളപ്പോൾ അത് കണ്ടു. വളരെ ഭംഗിയുള്ള മഹാഗണിത്തോട്ടം അവിടെ ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ വിഷ്ണു ചേട്ടനോട് ബൈ ബൈ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് വന്നപ്പോൾ ഒരു ഫാമിലി, അവർ ടീച്ചേഴ്സാണെന്ന് പറഞ്ഞു. കാക്കനാട് നിന്ന് വരുന്ന ടീമാണ്. അപ്പോൾ അവരിതിനു മുമ്പേയും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവർ വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചു. നമുക്ക് അവിടെ നിൽക്കുമ്പം താഴെ പെരിയാറിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ. ആ ഒരു പെരിയാറിൻ്റെ വോയിസും ഈ ഒരു കാടിൻ്റെ വോയിസും കൂടെ ഒരുമിച്ച് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ. ഇവിടെ താഴെയായിട്ട് 2-3 ഊഞ്ഞാൽ, ഇരിക്കാൻ 2 ചെയറും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം നടന്ന് ആ കാടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുമ്പോൾ നമുക്ക് ആ ദൂരം മനസ്സിലാവില്ല. ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് കുറച്ച് ക്ഷീണം പോലെ തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഇവിടെ. അങ്ങനെ നല്ലൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ വന്നിരുന്ന് ഇവിടെ നിന്ന് കഴിക്കണമെങ്കിലൊക്കെ കഴിക്കാം. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല.
മരം വീണിടത്തും അതുപോലെ ആ മരത്തിൻ്റെ വേര് കാണുന്നുണ്ടല്ലോ, അവിടെല്ലാമാണ് പുലിമുരുകൻ്റെ കുറച്ച് ഷൂട്ടിംഗ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ പുലിമുരുകൻ്റെ സീൻസ് എടുത്ത് നോക്കുമ്പോൾ കാണാം. ഇവിടെയും ഗാർഡ്സിനെ കണ്ടു ഞങ്ങൾ. അപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്, സൈഡിലൊക്കെ ഉണ്ട്, അപ്പോൾ നൈറ്റ് ആകുമ്പം അതിൻ്റെ കറണ്ട് ഓണാക്കും. അപ്പോൾ ഇപ്പോൾ അത് പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. പെരിയാറിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് പുഴയിൽ ഇറങ്ങി ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടം. നമുക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ വളരെ സേഫായിട്ട് വരാൻ പറ്റും. പിന്നെ അവിടെ ഗാർഡുകളും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ആദ്യമേ അത് പറയും, നമുക്ക് അങ്ങനെ പോകാൻ പറ്റാത്തതോ. അതുപോലെ ഇവിടെ അടുത്താണല്ലോ ഡാം, അപ്പോൾ ഡാം തുറന്ന ആ ഒരു ടൈമൊക്കെ ആണെങ്കിൽ ഗാർഡ് നമ്മളോട് നേരിട്ട് പറയും ഇപ്പം പറ്റില്ല അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട്. അഥവാ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഓപ്പണിംഗ് ആണെങ്കിൽ അവർ നമുക്ക് വാർണിംഗ് തരും, ഇത്ര സ്ഥലം വരെ പോകാൻ പാടുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോയാൽ ആഴമാണ്. അപ്പം നമുക്കത് മനസ്സിലാക്കി ഇറങ്ങിയാൽ മതി. അപ്പോൾ എപ്പോഴും നമ്മൾ കടലിലാണെങ്കിലും കായലിലാണെങ്കിലും അതുപോലെ തന്നെ പുഴയിലാണെങ്കിലും ഇറങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ ആ ഒരു ആസ്വദിച്ചിട്ട് നമ്മളങ്ങ് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് തന്നെ സ്പോയിലായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നമ്മളതിൻ്റെ മനോഹാരിത കണ്ട് സൈഡിൽ തന്നെ നിന്ന് ആ ഒരു സേഫ് സോണിൽ തന്നെ നിന്ന് കളിച്ചു നല്ല ഭംഗിയാണ്. ആ പുഴയിലൊക്കെ ഇറങ്ങി നല്ല കുളിയും ഒക്കെ വേണമെങ്കിൽ കുളിച്ച് കയറാം, കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കുളിച്ച് കയറാം. അധികം അങ്ങനെ ഒരു ക്രൗഡായിട്ടുള്ള ഒരു സ്ഥലമല്ല അവിടെ. അപ്പോൾ ആ ഒരു നമുക്ക് കൂടെ വന്ന അവർ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പയർ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി അതിൽ വെള്ളത്തിലിറങ്ങിയത് കണ്ടപ്പോൾ മോനും ഇറങ്ങണം. അവനും വെള്ളത്തിലെല്ലാം ഇറങ്ങി കുറേ കളിച്ച്. അവൻ്റെ ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ എവിടെ പോകുകയാണെങ്കിലും ഒരെണ്ണം സ്പെയർ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി കൊടുത്തു, അതിന് കുഴപ്പമൊന്നും വന്നില്ല. അപ്പോൾ അതിൽ നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. നല്ല ഭംഗി, എത്ര ശുദ്ധമായിട്ടുള്ള വെള്ളമല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നതാണ് പണിയേലിപ്പോര് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ വരാറുണ്ട്. ഈ ഒരു സ്ഥലത്തേക്ക് അധികം ആളില്ലെങ്കിലും അങ്ങോട്ടേക്ക് ഒരുപാട് പേര് പോകാറുണ്ട്. അപ്പം നമ്മളും ഇനിയും അങ്ങോട്ടേക്കൊരു യാത്രയുണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഉടനെ തന്നെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ഒരുപാട് മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഞങ്ങളിതാ തിരിച്ചിങ്ങോട്ടേക്ക് കയറാൻ നേരത്ത് ഇവിടെ നമ്മൾ മലയണ്ണാനെ കണ്ടു. മലയണ്ണാൻ അതിൻ്റെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. നമ്മളുടെ സൗണ്ട് കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി, ഇത്രയും ഉയരത്തിലായതുകൊണ്ട് നിങ്ങൾ എന്നെ പിടിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ അത് അവിടെ നമ്മളെ മൈൻഡൊന്നും ചെയ്യാതെ അതവിടെ ഇരുന്ന് അതിൻ്റെ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തിരിച്ചിങ്ങോട്ട് കയറാൻ വരുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഈ മലയണ്ണാനെ കൊണ്ട് ഒരുപാട് ശല്യമാണെന്ന്. കാരണം അവിടെ കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ടെന്ന് ഈ മലയണ്ണാൻ കാരണം. നമുക്കതറിയില്ലായിരുന്നു. അപ്പോൾ ആ ചേട്ടന് ഭയങ്കര വിഷമത്തോടാണ് പറഞ്ഞത് ഈ മലയണ്ണാൻ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ടെന്ന്, അവരുടെ കൃഷിയെല്ലാം നശിപ്പിക്കുകയാണ്. അങ്ങനെ ആ ചേട്ടനോട് ഞങ്ങൾ താങ്ക്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക്, എടപ്പള്ളിയിൽ നമ്മളുടെ വീട്ടിലേക്ക് തിരിച്ചു.
വളരെ ഭംഗി. ഞങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടു പോകാനേ തോന്നുന്നുണ്ടായില്ല. നമ്മളൊരു 2 മണിക്കൂർ കൂടെയൊക്കെ ഇരിക്കണം എന്നൊക്കെ ഓർത്തു. പക്ഷെങ്കിൽ നമുക്ക് നേരത്തെ വരണമല്ലോ, വേറെയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പം നമ്മൾ അതിലേക്ക് ഞങ്ങൾ നേരെ തിരിച്ചിങ്ങോട്ടേക്ക്. അപ്പം ഇത്രയും വീഡിയോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.